ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, സോനമോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്ക് ജൂൺ 1 സ്കൂൾ ഓപ്പൺ ആവുകയാണല്ലോ. അപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പം നമ്മൾ പോവാട്ടോ. അപ്പം നമ്മൾ ഇടവണ്ണയുള്ള ഫനൂസ് ഹോൾസെയിൽ കടയിലാണ് കേട്ടോ പോയത്. അതായത് പഴയ ചെർലയിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസ് അങ്ങനെയും പറയപ്പെടും കേട്ടോ ഈ കടക്ക്. കടയിലേക്ക് കയറുന്ന ആ സ്പേസ് ചെറുതാണ് കേട്ടോ. എങ്കിലും കടേൻ്റെ ഉൾഭാഗത്ത് എത്തിയാൽ നമുക്ക് വേണ്ട എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ അതൊക്കെ അവിടെ ഉണ്ട്. കാരണം ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് കുറഞ്ഞ റേറ്റിൽ സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് സാധനം വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മൾ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയാൽ അപ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഉണ്ടാവാറൊന്നുമില്ല. പക്ഷേ ഇവിടെ ചെന്നാൽ എപ്പോൾ ചെന്നാലും നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. സോനമോൾ അവിടെ എത്തിയ പാടെ ഒരു വാട്ടർ ബോട്ടിലെടുത്ത് കാണിച്ചു തന്നിട്ടോ, അത് വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവൾ 1ാം ക്ലാസ്സിലേക്കാണല്ലോ, അപ്പോൾ ആ ചെറിയ ബോട്ടിലൊന്നും അവൾക്ക് പറ്റൂല. അത് LKG UKG ഒക്കെ പോകുന്ന കുട്ടികൾ ഉപയോഗിക്കണം. അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെച്ചു. പിന്നെ നമ്മൾ നോട്ട് ബുക്ക് തിരയാണ് കേട്ടോ. അങ്ങനെ നോട്ട് ബുക്ക് തിരഞ്ഞു, നമുക്ക് നോട്ട് ബുക്ക് കിട്ടി. പിന്നെ സോനയ്ക്ക് മദ്രസയിലേക്ക് അവൾ ഫസ്റ്റ് ആയിട്ടാണ് പോകുന്നത് ഈ ജൂൺ മാസത്തിൽ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് സ്ലൈറ്റ് വാങ്ങണ്ടായിരുന്നു. പിന്നെ അവളോട് സ്ലൈറ്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ തന്നെ സ്വയം സെലക്ട് ചെയ്യാണ്. ഇനിയിപ്പോൾ നമ്മൾ ബുക്ക് പൊതിയെടുക്കുകയാണ് കേട്ടോ. എല്ലാതും സോനനെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിക്കുകയാണ്. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സെലക്ട് ചെയ്യണതൊക്കെ. അവളെപ്പോഴും പറയും ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ എന്നെ കൊണ്ടുപോകണം, എനിക്ക് സെലക്ട് ചെയ്യണം, എടുക്കണം എന്നൊക്കെ. അതായത് ടിയൻ്റെ വീഡിയോ അവൾ എപ്പോഴും കാണലുണ്ട്. ടിയ സെലക്ട് ചെയ്യണതൊക്കെ കണ്ടിട്ട് അവൾക്ക് വല്ലാത്ത ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ അവളെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഓറഞ്ച് പൊതിയായിരുന്നു അവൾ എടുത്തത്. അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനിതാ ഈ കാണുന്ന പ്ലാസ്റ്റിക് ടൈപ്പിലുള്ള പൊതിയാണ് കേട്ടോ എടുത്തത്. പിന്നെ അവൾ ഈ കാണുന്ന ഈ സാധനം എടുത്തിട്ട് ഇതെന്താണെന്ന് ചോദിച്ചു. അത് കട്ടറാണ് ഗൈസ്. പക്ഷേ അവൾക്ക് കട്ടർ ഒരുപാട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ കട്ടറൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇല്ലാത്ത സാധനങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെറുതെ വാങ്ങി വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇല്ലാത്ത സാധനങ്ങൾ മാത്രമാണ് വാങ്ങിയത്. അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ യൂണിക്കോൺ അവൾ കണ്ടത്. ഇത് കണ്ടപ്പോൾ അവളുടെ സന്തോഷം പറയണ്ട, അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു അവൾ. അപ്പോൾ അവൾ സെലക്ട് ചെയ്യണ്ട അവൾക്ക് വേണ്ടത്. സോന അവൾക്കൊരു ബ്ലൂ കളർ യൂണിക്കോൺ കൊടുത്തു. പിന്നെ ഷാനിമോൾക്ക് വേണ്ടിയിട്ട് അവൾ ഇതാ ഈ യെല്ലോ കളർ എന്താ പറയുക പപ്പിക്കുട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു ഇറേസറും, ഇത് 2 ഇറേസറാണ് കേട്ടോ, അതും എടുത്തിട്ടോ. അപ്പോൾ അത് രണ്ടും നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെ പല മോഡലിൽ പല ടൈപ്പിലുള്ള പല സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സ്കെയിൽ സെലക്ട് ചെയ്തു. അപ്പോൾ സോനക്ക് ഈ നട്രാജിൻ്റെ സ്കെയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ സ്കൈ ബ്ലൂ കളറിൽ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ആംഗ്രി ബേർഡിൻ്റെ ഒരു സ്കെയിലാണ് കേട്ടോ കിട്ടിയത്. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ അവളത് സെലക്ട് ചെയ്തു. പിന്നെ ഷാനിമോൾക്ക് ഒരു സ്കെയിൽ വേണം. അതായത് ജോമെട്രിക് ബോക്സ് ഷാനിമോൾക്ക് ഉണ്ട്, പക്ഷേ എങ്കിലും അവൾക്ക് ചെറിയൊരു പോച്ചിലിടാൻ വേണ്ടിയിട്ടൊരു സ്കെയിൽ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ആംഗ്രി ബേർഡിൻ്റെ തന്നെ. പിന്നെ എനിക്ക് തോന്നി അത് വേണ്ടായിരുന്നിട്ട് പിന്നെ സ്റ്റീലിൻ്റെ സ്കെയിൽ നമ്മൾ സെലക്ട് ചെയ്തു. ഇതാകുമ്പോൾ കുറേ കാലം നിൽക്കുമല്ലോ. അങ്ങനെ അതെടുത്തു. പിന്നെ സോന ആ ആംഗ്രി ബേർഡ് സ്കൈ ബ്ലൂ കളറായപ്പോൾ പെട്ടെന്ന് അവൾക്ക് പല കളറും കണ്ടപ്പോൾ അത് വേണ്ടാന്ന് തോന്നിയിട്ട് അവൾ ഒന്നും കൂടി സെർച്ച് ചെയ്തു കേട്ടോ അവിടെ. ഫൈനലി അവൾ ആ ആംഗ്രി ബേർഡിൻ്റെ തന്നെ എടുത്ത് പോന്നു കേട്ടോ. പിന്നെ മെയിൻ സംഭവമായ ബാഗ്, വാട്ടർ ബോട്ടിൽ, കൊട ഇതൊന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം വാങ്ങിയ വാട്ടർ ബോട്ടിൽ തന്നെ ഉണ്ട് ഷാനിക്ക്. സോനക്കും സെയിം സംഭവം തന്നെയാണ്. കാരണം ഷാനിമോൾ 3ാം ക്ലാസ്സിലായിരുന്നു ഉപയോഗിച്ച ഒരു വാട്ടർ ബോട്ടിൽ, അതായത് സ്റ്റീലിൻ്റെ ബോട്ടിലായതുകൊണ്ട് തന്നെ ബോട്ടിലിന് ഒരു പ്രോബ്ലം വന്നിട്ടില്ല. അപ്പോൾ അതിൽ തന്നെയാണ് കേട്ടോ സോന വാട്ടർ കൊണ്ടുപോകലൊക്കെ. അപ്പോൾ അതുതന്നെ മതിയെന്ന് വിചാരിച്ചു. പിന്നെ ബാഗ് കഴിഞ്ഞ വർഷത്തെ ബാഗ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബാഗും വാങ്ങിയിട്ടില്ല. ഇല്ലാത്ത സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ വാങ്ങിയത്. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങി ഏകദേശമൊക്കെ അപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മൾ നെയിൽ സ്ലിപ്പ് വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ നെയിൽ സ്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് തിരയായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സോന പറഞ്ഞു യൂണിക്കോണിൻ്റെ വേണമെന്ന്. യൂണിക്കോണിൻ്റെ കണ്ടപ്പോൾ അവൾക്ക് ഇഷ്ടമായിട്ടില്ല. പിന്നെ അവൾ പറഞ്ഞു ബാർബിൻ്റെ വേണമെന്ന്. ബാർബി എടുത്തു നോക്കി. ബാർബി അവൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ ബാർബിൻ്റെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്ലവേഴ്സിൻ്റെ ഒരു നെയിം സ്ലിപ്പാണ് എടുത്തത്. അതായത് ഒരു സ്ലിപ്പിൽ 6 ഉണ്ടാവും. 6 3 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളത് കുറച്ച് തോനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഷാനിക്കും സോനക്കും എല്ലാം പാടെ മദ്രസിലും സ്കൂളിലും ഒക്കെ പാടെ കുറേ ബുക്ക് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ ബുക്കിലും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സോനയ്ക്ക് വേണ്ടിയിട്ട് ബാർബിൻ്റെ ഒരു 3 പീസും അങ്ങനെ എടുത്തു കേട്ടോ. സോനമോൾ തന്നെയാണ് കേട്ടോ എല്ലാതും സെലക്ട് ചെയ്തത്. പക്ഷേ അവൾക്കിത് സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് ഏത് ബാർബി എടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ. കാരണം പല വിധത്തിൽ പല ഡിസൈനിലുള്ള ബാർബികൾ അവിടെ ഉണ്ട്. ബാർബി മാത്രമല്ല കേട്ടോ, എല്ലാ ഐറ്റംസ് നെയിൽ സ്ലിപ്പുകളും ഉണ്ട് കേട്ടോ.
ഫൈനലി അവൾ 3 ബാർബി നെയിം സ്ലിപ്പ് എടുത്തുകൊണ്ട് പോന്നു. പിന്നെ ഷാനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് തോനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഷാനിമോൾക്കുള്ള സെലക്ട് ചെയ്യണ ആ കുറച്ച് വീഡിയോസാണിത്. ഞാനതൊരു 10 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വീട്ടിലുള്ളവരും പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊന്നൊന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നമ്മൾ ബില്ല് ചെയ്യുന്ന സ്പേസിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. നല്ല ഭംഗിയുള്ള കുട്ടി ഫാനുകളാണ് കേട്ടോ യെല്ലോ കളർ കാണുന്നത്. പിന്നെ സോനമോൾ കുട വേണമെന്ന് പറഞ്ഞു. കുട നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കൊരു 10 ഡേ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എന്താ പറയുക കുറച്ച് ഷോപ്പിങ്ങും കൂടി ഉണ്ട്. അതായത് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ കുട വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അവൾ സ്റ്റിക്കറൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. കാരണം ഇപ്പോൾ സ്കൂൾ തുറക്കുന്നല്ലേ ഉള്ളൂ. സ്റ്റിക്കറിൻ്റെയൊക്കെ ആവശ്യം വരുന്ന സമയത്ത് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ യൂണിക്കോണിൻ്റെ പെൻസിൽ അവൾ എടുത്തിട്ട് പറയും വീട്ടിൽ ഇങ്ങനത്തെ ഒന്നും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ച് തരാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. ബില്ല് കിട്ടി. ബില്ല് ടോട്ടൽ 800 ആൻഡ് സംതിങ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ ബൈ.